പഞ്ചായത്തിൽ അഴിമതിയാണ്. പഞ്ചായത്തിൽ അഴിമതി നിങ്ങൾക്ക് ഇനിയും മാപ്പില്ല. സംബന്ധിച്ച് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതി പഞ്ചായത്തിൽ രേഖാമൂലം പരാതിക്കാരി ഇവിടെ നൽകിയിട്ടുള്ളതാണ്. അത് പരാതി നൽകിയ ഫ്രണ്ട് ഓഫീസിൽ പരാതി നൽകിയതിൻ്റെ രസീതാണിത്. അപ്പോൾ ഇവരിത് വെളുപ്പിക്കാനോ ഇവരില്ലായ്മ ചെയ്യാനോ എത്ര ശ്രമിച്ചാലും ഇത് ശബ്ദിക്കുന്ന രേഖകൾ ഇവിടെ ഇതിന് സാക്ഷിയായിട്ടുണ്ട്. ഇവരുടെ സ്വന്തം കൈപ്പടയിൽ ഞാൻ എഴുതി തന്ന പരാതി അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും പഞ്ചായത്ത് ഇവിടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രേഖയാണ്. പിന്നെ വളരെ ഭീഷണിയും സ്വാധീനവും അവരുടെ ഭർത്താവിനെയാണ് MLA നേരിട്ട് വിളിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരങ്ങനെ പറയുന്ന ഫോൺ ക്ലിപ്പിങ് എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ നിരന്തരമായ ഭീഷണിയിലൂടെയാണ് ഒരു 15,000 രൂപ കൈക്കൂലി വാങ്ങിച്ചതിനേക്കഴിഞ്ഞും വലിയ കാര്യമായി അവരിതിനെ അംഗീകരിച്ചുകൊണ്ട് അയാളെ വെളുപ്പിക്കാനായിട്ട് നടക്കുന്ന നാണം കെട്ട ഒരു സമീപനമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഈ പൈസ വാങ്ങിയത്. ആദ്യം 10,000 രൂപ കൊടുത്തതിന് ശേഷം പൈസ കിട്ടാതെ വന്നപ്പോൾ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഗുണഭോക്താവിനോട് പറഞ്ഞത് 5,000 രൂപയും കൂടെ കൊടുത്താൽ മാത്രമേ, അത് VOയ്ക്ക് കൊടുത്താൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ അക്കൗണ്ടൻ്റ് എടുത്ത് വന്നിട്ട് പൈസ വിട്ടോ ആർക്കൊക്കെ അയച്ചു എന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തിരക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ അവർക്ക് 2-3 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ ചെല്ലും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പം കൊടുത്താൽ മാത്രമേ ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും എന്ന കാര്യം അവരെ ഭീഷണിപ്പെടുത്തി നിന്ന നിപ്പിലാണ് അവരോട് ഈ പൈസയൊക്കെ വാങ്ങിച്ചതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. അവർ വളരെ കണ്ണീരോടുകൂടിയാണ് ഈ കാര്യങ്ങൾ എന്നോട് പറയുകയും അതുപോലെ തന്നെ അവർ പരാതിയായിട്ട് എഴുതി തരികയും ചെയ്തിട്ടുള്ളത്. പച്ച പരമാർത്ഥമായ കാര്യമാണ്. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ പരാതിയിൽ നിന്ന് പരാതി പിൻവലിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനനുബന്ധമായി ഈ കാശ് വാങ്ങിയ സുരേഷ് ബാബുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയ മുൻ പഞ്ചായത്ത് മെമ്പറും ഒരു 3-4 ദിവസം മുമ്പ് രാവിലെ വെളുപ്പിനെ ഒരു 6 മണിയോടുകൂടി അവരുടെ വീട്ടിൽ ചെല്ലുകയും അവരുടെ ഭർത്താവിനെ നിർബന്ധിച്ച് പറഞ്ഞു ഇത് കടം വാങ്ങിച്ച കാശാണെന്ന് പറയണം എന്നും പറഞ്ഞ് അവരുടെ അടുത്ത് ചെല്ലുകയാണ്. കടം വാങ്ങിച്ച കാശ് എന്നും പറഞ്ഞ് എഴുതി തരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ആദ്യഘട്ടത്തിലൊന്നും ഇതിന് തയ്യാറായില്ല. ഇത് ഭർത്താവിനെ അവർ നിരന്തരമായി നിർബന്ധിക്കുകയും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥമായ വസ്തുത. ആ ഫ്ലാറ്റ് വന്ന് കൃത്യമായിട്ട് വന്ന് ലൈവിന്റെ അത് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്ത പണി എന്താ മതി? പഞ്ചായത്ത് മെമ്പറുടെ പേരിൽ 2000 വീട്ടുകാരിടണം. എങ്ങനെയുണ്ട്? 6 പേരല്ല ഒറ്റയ്ക്ക് അതും പോക്കണം. ഇതാരും ചോദിക്കും. പക്ഷേ കൃത്യമായിട്ട് വിവരം കിട്ടിയോണ്ട് അവരോട് ആരോടും കൊടുക്കരുതെന്നുകൊണ്ട് അങ്ങനെ അവർ പൈസ കിട്ടില്ല. ഏത് വഴി കൊണ്ടാണ് ഈ പണിയാണ് നടക്കുന്നത്. നേരത്തെ ഇരുന്നപ്പോഴും അതെ 2 നില വീടിന് മെയിൻ്റനൻസ് പണി 50,000 രൂപ. അവരോട് കൈക്കൂലി മേടിച്ചു. അവരോട് കാശ് മേടിച്ചു. അവർ പൊക്കൂട്ടുണ്ട്. എല്ലാവരും മേടിച്ചു. നിങ്ങൾ മേടിച്ചോ? നിങ്ങളും പോയി മേടിക്കുക. നിങ്ങൾ ഭരണാധികാരി മേടിക്കുക. എന്നാ പൊക്കോ. നിങ്ങൾ കാശ് മേടിക്കോ? എന്തെങ്കിലും ചെയ്യും.